ഇപ്പോൾ ഒരുപാട് നാളായിട്ട് എൻ്റെ ഡേ സ്റ്റാർട്ട് ആവുന്ന ഇങ്ങനെയാണ് കേട്ടോ. രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ ഇടന്നും കൂടി എണീറ്റ് നടക്കാനായിട്ട് പോകും. ഡോക്ടർ രാവിലെ വൈകുന്നേരമാണ് നടക്കാൻ പറഞ്ഞത്, പക്ഷെ എനിക്ക് രാവിലെ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് രാവിലെ നടക്കാൻ പോകും. പണ്ട് ഞാനും ഉണ്ണി എൻ്റെ ഒരു കസിന് സ്കൂൾ വിട്ട് വൈകുന്നേരം നടന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് എപ്പോഴും നമ്മൾ ഈ ഒരു മരത്തിൽ നിന്ന് നെല്ലിക്ക പറിച്ചിട്ടേ വരാറുള്ളൂ. ഇത്രയും ദിവസം ഇതിലേക്കൂടെയാണ് ക്രോസ് ചെയ്ത് പോയെങ്കിൽ എനിക്ക് പെട്ടെന്നൊന്നും കണ്ടില്ല കേട്ടോ. ഇന്നാണ് ഞാൻ കണ്ടത്. പെട്ടെന്ന് നെസ്റ്റൊക്കെ അടിച്ചു. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അരുന്നതിനകത്ത് പണ്ടത്തെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ നടന്നു വന്നത്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നേരെ അമ്മയുടെ വീട്ടിലോട്ടാണ് വന്നത്. ഇപ്പോൾ രാവിലെ നടക്കാൻ പോകുന്നതുകൊണ്ട് രാവിലത്തെ ഫുഡൊന്നും അധികം ഉണ്ടാക്കാൻ പറ്റാറില്ല. അപ്പം അമ്മയുടെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം ഇന്നാണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഉപ്പുമാവും പപ്പടവും ആയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു. അങ്ങനെ വന്ന് കുറച്ചേരി ഇരിക്കാന്ന് പറഞ്ഞ് വന്നപ്പോൾ വേറൊരു ശല്യം എന്തേ വന്നിട്ടുണ്ട്. അവളുടെ കോളേജിൽ എന്തോ ഒരു പ്രോഗ്രാം ആണുകൊണ്ട് ചെറിയൊരു മേക്കപ്പും ഹെയർ സ്റ്റൈലും വേണമെന്ന് പറഞ്ഞാണ് വന്നത്. ഈ ഒരു ഹെയർ സ്റ്റൈൽ മാഡത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ തോന്നിയതുപോലെ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്തു കൊടുത്തു. പിന്നെ ബാക്കിയുള്ള അലങ്കാര പരിപാടികളൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഹെയർ സ്റ്റൈൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പിന്നെ മാറ്റി കൊടുത്ത് ഇങ്ങനെ ആക്കി. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരിക്കൽ മാഡത്തിനൊന്ന് ഓട്ടിച്ചു വിട്ടു. അതിനുശേഷം നേരെ ഞാൻ ഈ ഒരു അലമാര ഒന്ന് ഓർഗനൈസ് ചെയ്യാനാണ് വന്നത് കേട്ടോ. കാരണം ഒരു ഡ്രസ്സ് എടുക്കാൻ പറ്റണമുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം അടുക്കി പറക്കിയപ്പോൾ എനിക്ക് ആ സത്യം മനസ്സിലായത്. ഇതിൽ ഒരു ഡ്രസ്സ് പോലും എനിക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. ഒരു 5 ഡ്രസ്സ് മാത്രമേ ആകെ ഇപ്പം കറക്റ്റായിട്ടുള്ളൂ. വിഷമം തോന്നാതിരിക്കാനായിട്ട് ബാക്കിയെല്ലാം ഒരു ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് വന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബാക്കിയെല്ലാം ഒന്ന് അടുക്കി പറക്കി. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്നും ചെയ്യാത്ത ചോക്കോയും ഞാനും കൂടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. അങ്ങനെ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു വിളി വന്നത്. എൻ്റെ 2 മാമിമാരെന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ബറോട്ടയും ചിക്കൻ ഫ്രൈയും ബിരിയാണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം കാണാൻ വരുന്ന എല്ലാവരും ഫുഡാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നല്ല സന്തോഷമാണ് എനിക്കിപ്പോൾ. അരന്തന്നെ ഉച്ചയ്ക്ക് ഉണ്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അരന്തന്റെ ബറോട്ട കഴിച്ചു. ഞാൻ നല്ല അടിപൊളിയായിട്ട് ബിരിയാണി കഴിച്ചു. അങ്ങനെ നല്ല ചൂട് ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ചു നേരം ഫോണൊക്കെ നോക്കി. പിന്നെ കുറച്ചു നേരം TV ഒക്കെ കണ്ടിട്ട് അങ്ങനെ അങ്ങ് പോയി അന്നത്തെ ദിവസം.